നമസ്കാരം. ഓരോ ദിവസവും പുതിയ പദങ്ങൾ അറിഞ്ഞു പഠിക്കാം. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന പദം ബ്രൈവ്. ബ്രൈവ് എന്ന് പറഞ്ഞാൽ ധീരമായ അല്ലെങ്കിൽ ധീരനായ എന്നൊക്കെയാണ് അർത്ഥം. ഈ പദം ലാറ്റിൻ വേർഡായിട്ടുള്ള ബാർബറസ് എന്നതിൽ നിന്ന് വന്നാണ്. കറേജിയസ് എന്നുള്ള അർത്ഥം വരുന്ന പദമാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. The firefighters were brave as they entered the burning building. The firefighters, firefighter എന്ന് പറഞ്ഞാൽ അഗ്നിശമന സേനാംഗങ്ങൾ എന്നർത്ഥം. അവർ ആയിരുന്നു ബ്രേവ്, ധീരന്മാരായിരുന്നു. ആസ് ദേ എൻറ്റേഡ്, അവർ പ്രവേശിച്ചപ്പോൾ, ദ ബേണിംഗ് ബിൽഡിംഗ്, കത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക്. ഇനി നെക്സ്റ്റ്, ഇറ്റ് ടേക്സ് എ ബ്രേവ് പേഴ്സൺ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ വാട്ട് ദേ ബിലീവ് ഇൻ. ഒരു വ്യക്തിക്ക് താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ധൈര്യം ആവശ്യമാണ്. ഇറ്റ് ടേക്സ് എ ബ്രേവ് പേഴ്സൺ ടു സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നിലകൊള്ളുക എന്നർത്ഥം. ഓക്കെ, അടുത്ത പദം പൊളൈറ്റ് ആണ്. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മര്യാദയുള്ള, മാന്യതയുള്ള എന്നൊക്കെ അർത്ഥം. പൊളിറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വേർഡ് വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഹി വാസ് വെരി പൊളൈറ്റ് ആൻഡ് ഓൾവേസ് സെഡ് പ്ലീസ് ആൻഡ് താങ്ക് യു. ഹി വാസ് വെരി പൊളൈറ്റ്, അവൻ വളരെയധികം മര്യാദയുള്ള ആളായിരുന്നു. ആൻഡ് ഓൾവേസ് സെഡ്, അവൻ എപ്പോഴും പറയും പ്ലീസ് ആൻഡ് താങ്ക് യു. ഈ രണ്ട് പദങ്ങൾ എപ്പോഴും പറയും. മറ്റൊരു ഉദാഹരണം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി പൊളൈറ്റ് വെൻ മീറ്റിംഗ് ന്യൂ പീപ്പിൾ. പുതിയ ആളുകളെ കാണുമ്പോൾ പൊളൈറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ടു ബി പൊളൈറ്റ് ആയിരിക്കുക എന്നുള്ളത് വെൻ മീറ്റിംഗ് ന്യൂ പീപ്പിൾ, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത പദം കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയാലുവായ എന്നാണ് അർത്ഥം. അഡ്ജക്റ്റീവ് ആകുമ്പോൾ ദയാലുവായ എന്നുള്ള അർത്ഥമാണ് വരിക. വേറെ അർത്ഥമുണ്ട്, തരം, ഇനം എന്നുള്ള അർത്ഥമുണ്ട്, അത് വേറെ അർത്ഥമാണ്. അപ്പോൾ ഈ പദം പഴയ ഇംഗ്ലീഷ് ആയിട്ടുള്ള ജസിൻ്റെ നാച്ചുറൽ, നേറ്റീവ്, ഇന്നേറ്റ് എന്നൊക്കെ അർത്ഥം വരുന്ന ജസിൻ്റെ എന്ന പദത്തിൽ നിന്നാണ്, ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഷീ ഈസ് ഓൾവേസ് കൈൻഡ് ടു എവ്രി വൺ, ഈവൻ സ്ട്രേഞ്ചേഴ്സ്. ഷീ ഈസ് ഓൾവേസ് കൈൻഡ്, അവൾ എപ്പോഴും ദയാലുവാണ്. ടു എവ്രി വൺ, എല്ലാ ആളുകളോടും. ഈവൻ സ്ട്രേഞ്ചേഴ്സിനോട് പോലും, അപരിചിതരായ ആൾക്കാരോട് പോലും. നെക്സ്റ്റ് സെൻറ്റൻസ്, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നിൻ്റെ ദയാപരമായ വേർഡുകൾക്ക് നന്ദി. അടുത്ത പദം ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ എന്നർത്ഥം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഓണസ്റ്റ്. സത്യസന്ധമാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും. മറ്റൊരു ഉദാഹരണം, ഹീ ഗേവ് ആൻ ഓണസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് ദി പ്രോജക്റ്റ്. അവൻ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു സത്യസന്ധമായ അഭിപ്രായം നൽകി. അടുത്ത പദം കാം എന്ന് പറഞ്ഞാൽ ശാന്തമായ അല്ലെങ്കിൽ ശാന്തനായ എന്നർത്ഥം. ലാറ്റിൻ പദമായ കാമസ്, സ്റ്റിൽ, നിശ്ചലമായ എന്നൊക്കെ അർത്ഥം വരുന്ന കാമസ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഈ പദം വന്നിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഷീ സ്റ്റേഡ് കാം ഡ്യൂറിങ് ദി സ്റ്റോം. ഷീ സ്റ്റേഡ് കാം, അവൾ ശാന്തമായി നിന്നു. ഡ്യൂറിങ് ദി സ്റ്റോം, കൊടുങ്കാറ്റിനിടെ. എന്ത് പ്രശ്നം നടക്കാൻ അതിൻ്റെ ഇടെ അവൾ വളരെ ശാന്തയായി നിന്നു. ടേക്കിംഗ് ഡീപ് ബ്രീത്ത്സ്, ദീർഘനിശ്വാസം എടുക്കുന്നത്. ഹെൽപ്സ് മീ, എന്നെ സഹായിക്കും. ഫീൽ കാം, ശാന്തമായിരിക്കാൻ. ബിഫോർ എ ബിഗ് പ്രസൻറ്റേഷൻ, ഒരു വലിയ പ്രസൻറ്റേഷന് മുമ്പായിട്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ള പദങ്ങൾ. പുതിയ